പല ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണും ബനൂ ഇസ്രായേലിലേക്ക് അയച്ച റിജിസ്. ഇത് ഖുർആനിൽ അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് മൂസാ നബിയുടെ മൂന്നാമത്തെ ഖലീഫ, അതായത് മൂസാ നബി അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ, തീഹിൽ വെച്ച് വഫാത്താകുമ്പോൾ തന്റെ പരിചാരകൻ യൂശ നബി അലൈഹിസ്സലാമാണ് പ്രതിനിധി. അള്ളാഹു അദ്ദേഹത്തെ നബിയാക്കി. യൂശ നബിക്ക് ശേഷം പിന്നീട് വരുന്നത് കാലം, അള്ളാഹു അദ്ദേഹത്തെ നബിയാക്കി. മൂന്നാമത് മൂസാ നബിയുടെ ജനതയിൽ വരുന്ന നബിയാണ് ഹിസ്കീൽ അലൈഹിസ്സലാം. ഹിസ്കീൽ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിൽ മൂസാ നബിക്ക് ശേഷമുള്ള മൂന്നാമത്തെ നബി. ആ നബിയുടെ കാലത്ത് നടന്ന ഒരു സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഖുർആനിലെ വ്യക്തമായ ആയത്താണ്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത് ഫഖാല ലഹുമുല്ലാഹു മൂതൂ സുമ്മ അഹ്യാഹും. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, സ്വന്തം നാടുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, ജന്മദേശത്തിൽ നിന്ന് അവർ പുറത്തുപോയി. അത്തരം കൂട്ടക്കാരെ സംബന്ധിച്ചറിഞ്ഞില്ലേ നബി? അറിയണം. വഹും ഉലൂഫ്, അവരേതാനും ആയിരങ്ങളുണ്ട്. അവർ പുറപ്പെട്ട് എന്തിനാ? ഹദറൽ മൗത്ത്, മരണം പേടിച്ചിട്ട്. നാട്ടിൽ നിന്ന് മരിക്കും പേടിച്ചിട്ട്. ചിക്കുൻ ഗുനിയാന്ന് കൂട്ടിക്കോ, ഡെങ്കിപ്പനിന്ന് കൂട്ടിക്കോ, അത് ബാധിച്ച പ്രദേശത്തിരിക്കുമ്പോൾ അത്തരത്തിൽ മരിക്കൂന്ന് പേടിച്ചിട്ട് പുറപ്പെട്ടവർ. ഇവരെങ്ങനെ പുറപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ട്, മുഫസ്സിലുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പുറപ്പെട്ടിട്ട് വന്നത് എങ്ങനെയാണ്? മുഫസ്സിരീങ്ങൾ ബഹുഭൂരിപക്ഷവും പറയുന്നു വാസിത്ത് എന്ന നഗരത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിലുള്ള ആളുകളാണിവർ. അവർക്ക് അല്ലാഹു തആല ശിക്ഷയായിക്കൊണ്ട് അല്ലാഹു തആലാന്റെ ദീനനുസരിച്ച് ജീവിക്കാത്തതിന്റെ പേരിൽ, അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനെ അനുസരിക്കാത്തതിന്റെ പേരിൽ പ്ലേഗ് കൊണ്ട് അല്ലാഹു ശിക്ഷയിറക്കി. ഞമ്മക്കും വരും ശിക്ഷ, ഏത് കാലത്തും വരും ശിക്ഷ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഉമ്മത്ത് നശിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂൽ പ്രാർത്ഥിച്ചത് കൊണ്ട് വരില്ല. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തതാ, ഇന്നും ഖറിയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമ ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദാ. ഒരു ഗ്രാമീണരെയും ഒരു ജനതയെയും അല്ലാഹു തആല ഒന്നുകില്ല പ്രദേശത്തെ വേരോടെ നശിപ്പിക്കുന്ന ശിക്ഷ ഇറക്കും, അല്ലെങ്കിൽ വിവിധ രോഗങ്ങൾ കൊണ്ടോ ശത്രുക്കളെ കൊണ്ടോ വെട്ടേറ്റോ കുത്തേറ്റോ മറ്റേതെങ്കിലും മാരരോഗം കൊണ്ടോ അല്ലാഹു തആല പീഡനങ്ങളും ശിക്ഷയും നൽകും. ഇത് ഖിയാമത്ത് വരെയുള്ള അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതി അല്ലാഹു ലംഘിക്കൂല. മഹ്ദി വരുമ്പോഴെങ്കിലും, ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോഴെങ്കിലും വാളിന്റെ ഫിത്നയേൽക്കാത്ത, വെട്ടേൽക്കാത്ത, കുത്തേൽക്കാത്ത പ്രദേശമുണ്ടാകൂല. എല്ലായിടത്തും ഇസ്ലാം വ്യാപിക്കുന്നത് എങ്ങനെയാണ്? കുഫറുള്ള നാട്ടിൽ മുഴുവൻ അല്ലാഹു രണ്ടാലൊന്നിറക്കും. അപ്പൊ ഇത്തരം ശിക്ഷ, അന്നത്തെ നബിയെ ധിക്കരിച്ചതിന്റെ പേരിൽ വന്ന ശിക്ഷ, ആ ശിക്ഷ സംഭവിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിന്റെ മുമ്പ് സംഭവിച്ചത് ഖുർആൻ വിവരിക്കുന്നു. വാസിത്ത് എന്ന പട്ടണത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിൽ സംഭവിച്ച പ്ലേഗ്. ഈ പ്ലേഗ് വന്നപ്പം ബഹുഭൂരിപക്ഷ ആളും നാട്ടിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല. ഇത് 3000 അഭിപ്രായം, 30,000 അഭിപ്രായം, 70,000 അഭിപ്രായം. പ്രസിദ്ധ മുഫസ്സിർ വാഹിദ് പറയുന്നു 70ന്റെ അപ്പുറവും അഭിപ്രായമില്ല, 3000ന്റെ കീഴെയും അഭിപ്രായമില്ല. അത്രയും നന്നായി അഭിപ്രായ വ്യത്യാസത്തിൽ ഒതുങ്ങിയത്. ഏതായാലും അള്ളാഹ് പറയുന്നത് ആയിരങ്ങൾ. ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് 10,000-ഓളമാണ് ഈ അംഗങ്ങളെന്ന്. 10,000-ത്തിലധികമോ 10,000-ത്തിൽ ചുരുക്കമോ 10,000-ങ്ങളാണ് ഉലൂഫ് എന്ന പ്രയോഗം കൊണ്ട് കിട്ടുന്നത്. 10,000 വരുന്ന ഈ അംഗങ്ങൾ നാട് വിട്ടുപോയി, പ്രദേശത്തിൽ നിന്ന് മാറിപ്പോയി വന്നതിന് ശേഷം പ്ലേഗ് കഴിഞ്ഞിട്ട് കുറഞ്ഞാള് മാത്രം അവശേഷിച്ചു, കുറച്ചാള് മരിച്ചു. ബാക്കി കുറഞ്ഞ് അവശേഷിച്ചവരുടെ നാട്ടിലേക്ക് വന്നപ്പോൾ രക്ഷപ്പെട്ടു. രണ്ടാമതല്ല വീണ്ടും പ്ലേഗ് ഉണ്ടായി. എന്നാൽ നിങ്ങൾ പോയപ്പോ നാട്ടുകാർ മുഴുവൻ പോയി, ഒരാളും നിൽക്കാതെ മുഴുവൻ പോയി. കാരണം മുമ്പ് പോയ മാതൃകയുണ്ട്, അവർ രക്ഷപ്പെട്ടതുമുണ്ട്. പെട്ടോലല്ലേ പെട്ടുള്ളൂ, പോയോലാരും മരിച്ചിട്ടില്ല. ഇത് വിചാരിച്ചു മുഴുവൻ ആളും മരിച്ചു പോയി. ഇവരെയാണെന്ന് പറയുന്നത് അലം തറയിലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫ്. പ്ലേഗ് കൊണ്ടല്ലാഹു പരീക്ഷിച്ച നാടിൽ നിന്ന് 10,000 പേർ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാർപ്പ് മാറ്റിയപ്പോ, മഹാമാരി വന്ന നാടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹദറൽ മൗത്ത്, മരിക്കുമെന്ന് പേടിച്ചിട്ട് ഫഖാല ലഹുമുല്ലാഹ്, നാട് വിട്ടവർ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെത്തിയപ്പോൾ അള്ളാഹുവരോട് പറഞ്ഞു മൂത്തു, മരിക്കടോ. 10,000 ആളോട് അള്ളാഹുവിന്റെ നിർദ്ദേശം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി വിവരിക്കുന്നു.
ഒരു മലക്ക് മുകളിലും ഒരു മലക്ക് താഴെയുമായിട്ട് 2 ശബ്ദം ഒറ്റയടിക്ക് മൂത്തു. മരിക്കണൊട്ടാകെ ഒരു സെക്കൻഡിൽ ഈ 10,000 പേരും ഒരൊറ്റ കാറ്റടിച്ച് വീണ് മരിക്കുന്നത് പോലെ വീണുപോയി. ദിവസങ്ങളോളം അവർ കടന്നു. ചീഞ്ഞ് പുഴുത്ത് നാറി വാസന വന്നു. ഹിസ്കീൽ അലൈഹിസ്സലാമിന്റെ ജനതയാണ്. ആ നബി അലൈഹിസ്സലാം അതിൽ നടന്നു നോക്കുമ്പോഴാണ് ഇതെന്ത് സംഭവിച്ചു, എങ്ങനെ പറ്റിപ്പോയി, എന്താണ് പറ്റിപ്പോയത്. അദ്ദേഹം വേറെ നാട്ടിലായിരുന്നു. എന്റെ ജനതയാണല്ലോ, എന്റെ ജനതയിലെ ഒരു വിഭാഗമാണല്ലോ, ഇവരെങ്ങനെ ഒന്നാകെ ഇവിടെ ചത്തു കിടക്കുന്നു, മലച്ചു കിടക്കുന്നു, ദുർഗന്ധം വമിക്കുന്നു. ഇത് ഖുർആൻ പറയുന്നതാണ്, പുരാണക്കഥയല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നതാ. ഫഖാല ലഹുമുല്ലാഹു മൂതു, മരിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചു. അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടായി, ആജ്ഞയുണ്ടായി, മരിച്ചു. ഹുമ്മ അഹ്യാഹും, ഹിസ്കീൽ അലൈഹിസ്സലാം ദുആയിരുന്നു, അല്ലാഹു ജീവിപ്പിച്ചു. ഒന്നും സംഭവിക്കാത്തവരെ പോലെ 10,000 ആളും. ഈ 10,000 ആളും ജീവിച്ചിട്ട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അള്ളാഹു കൊണ്ടുപോയിട്ട് അവരവരുടെ ആയുസ് തീർന്ന ശേഷം മാത്രമാണ് അവർ മരിച്ചതെന്ന് ഹദീസുകൾ ബന്ധപ്പെടുത്താൻ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്ന മുഴുവൻ മുഫസ്സിറുകളും ഇത് പറയുന്നുണ്ട്. ഒരു 10,000 ആൾ, അങ്ങനെ എത്ര ആളെ പണ്ട് മരിപ്പിച്ചിട്ട് ജീവിപ്പിച്ചിട്ടുണ്ട്? എന്നാ അള്ളാഹ്ക്ക് അതൊക്കെ എന്നാണ് അനുവർത്തിച്ചൂടെ എന്ന് നമ്മൾ പെട്ടെന്ന് ചോദിക്കുക. ഓരോരുത്തരോന്ന് കാട്ടിന് കാണുമ്പോ അള്ളാഹ്ക്ക് ഇന്നതൊക്കെ നോക്കിയൂടെ എന്ന് ഓരോരോ തങ്ങന്മാര് ഓരോരോ ഔലിയാക്കന്മാരൊക്കെ പറയുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നുന്ന അള്ളാഹ് ഇപ്പടി ചെയ്തുകൂടെ ഇതൊക്കെയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹിൽമാണ്. ഓരോരോ കാലത്ത് അള്ളാഹു തആല ചെയ്ത സംഭവങ്ങൾ തന്നെ നമുക്ക് വാർത്തയാകണം, പാഠമാകണം. വിശ്വാസികൾക്ക് മാത്രം വിശ്വാസം വരും, നിഷേധികൾ ഒന്നും കൂടി കാഫിറാകും. അപ്പൊ അള്ളാഹു തആല ഈ 10,000 ആളെ ജീവിപ്പിച്ചിട്ട് ആയുസ് വന്നപ്പോൾ മാത്രമേ അവർക്ക് പിന്നീട് മരണമുണ്ടായുള്ളൂ. സുദീർഘമായി ജീവിച്ചു. മരിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചവർ വളരെ കമ്മിയാ. അസ്ഹാബുൽ കഹ്ഫ് ജീവിച്ചതുപോലെ ഇങ്ങനെ ജീവിച്ചു ഇവർ. ഓലൊക്കെ പിന്നെ കുറച്ചാളും ജീവിച്ചു, പിന്നെ മരിക്കയത്. ഇവരങ്ങനെയല്ല, ആയുസ് നീളോളം ജീവിച്ചു. അവർക്ക് നിശ്ചയിക്കപ്പെട്ട പഴയ ആയുസ് വരെ പെട്ടെന്ന് മരിച്ചതിന്റെ ശേഷം ദുർഗന്ധം വമിഞ്ഞ് ചീഞ്ഞണിഞ്ഞതിന്റെ ശേഷം പ്രത്യേക പ്രാർത്ഥന ഹിസ്കീൽ നബി അലൈഹിസ്സലാമിനെ അന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന പഠിപ്പിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹു ജീവിപ്പിച്ചു. അപ്പൊ ഇത് പ്ലേഗ് വന്ന് മാറി വന്ന നാട്ടിൽ നിന്ന് പുറപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു പറയുന്ന ഭീഷണി താക്കീതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയുന്നത്, കേട്ട പ്രദേശത്ത് നിന്നൊരാളും പുറപ്പെട്ടു പോകരുത്, ബാധിക്കുന്ന പ്രദേശത്തേക്ക് ഒരാളും കടന്നു ചെല്ലരുത്. പ്ലേഗ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനുണ്ടായെന്നും ഷാമിലേക്ക് നബി തങ്ങൾ പറഞ്ഞയച്ചെന്നും പറഞ്ഞല്ലോ. ഇത് പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസും ഷാമും ഇസ്ലാമിന്റെ അധീനത്തിൽ വന്നു. ഉമർ എന്നവർ ബൈത്തുൽ മുഖദ്ദസ് ഫത്ഹ് ചെയ്ത് മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കണമെന്നും ഇസ്ലാമിന്റെ അധീനത്തിൽ പുരുഷസേനയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ തിരിച്ചു വന്ന ആഹ്ലാദത്തിൽ മദീനയിൽ നിന്നൊരു വലിയ സംഘത്തോടുകൂടെ ഷാമിലേക്ക് തിരിച്ചപ്പോ സിർ എന്ന പ്രദേശം ഷാമിന്റെ അടുത്ത പ്രദേശമാണ്. ആ പ്രദേശത്തെ എത്തിയപ്പോൾ വളരെ പെട്ടെന്ന് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന ഷാമിലുള്ള ഭരണാധികാരിയിൽ ഒരാളാണ്. ഉമർ എന്നവരയച്ച സ്വഹാബി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വീകരണ സംഘം ഉമറിനെ വരവേൽക്കാൻ വന്നു സെറുദിലേക്ക്. അബൂ ഉബൈദ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പോണ ഷാമിലെ വമ്പിച്ച വബ, കാരണം തിരിയാത്തൊരു മാരി, 1000 മരിക്കുന്നു, എന്താണെന്ന് തിരിയുന്നില്ല. അവിടെ മുള, ഇവിടെ മുള, പ്ലേഗ് അവർ കാണുന്നില്ല. പെട്ടെന്നവർ കാണുന്ന ഒന്നുണ്ട്, ആ കാണുന്നത് അവർ കാണുന്നത് മുഴ അവിടെ, അവിടെ മുഴ, ആളങ്ങനെ മരിക്കുന്നു, 1000 മരിക്കുന്നു. സ്വഹാബത്ത് 10,000 മരണപ്പെട്ട അംബാസല ത്വാഊനാണ് ഈ ത്വാഊൻ. ആ ത്വാഊനിന്റെ കഥ പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള സംഘത്തെ ഇരുത്തി. മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്, ഒരുപാട് സ്വഹാബാക്കളുണ്ട്. ആ സ്വഹാബാക്കളെ ഇരുത്തിയിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ മഹാമാരിയുള്ള പ്രദേശത്തേക്ക് പോകണോ, ഇവിടെ വെച്ച് മദീനയിലേക്ക് തിരിച്ചു പോകണോ ചർച്ചകൾ വിട്ടാല് മനുഷ്യന്മാരല്ലേ, 10,000 അഭിപ്രായം കിട്ടുമല്ലോ. നമ്മൾ ചർച്ചകൾ വിട്ടുനോക്കിയല്ലേ, ആ ചർച്ചക്ക് തന്നെ കലഹം. ഉമർ എന്നവർ ഒന്നുകൂടി ആളെ വീതം വെച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ അടുത്തേക്ക് മുഹാജിറുകളായ സ്വഹാബാക്കളെ മാത്രം കൊണ്ടുവരൂ. മുഹാജിറുകളെ മാത്രം കൊണ്ടുവന്നു. അവരോട് ഉമർ എന്നവർ ചോദിച്ചു, ഈ പ്രദേശത്തേക്ക് നമ്മൾ പോകണോ, തിരിച്ചു പോണോ? മുഹാജിറുകൾ പലരും പലതും പറഞ്ഞു. ഭിന്നാഭിപ്രായമായി ചിലര് പറഞ്ഞു, പോകരുത്, ഞമ്മക്കും ബാധിക്കും, നല്ല മനുഷ്യന്മാരെ കൊല്ലണ്ട, ആത്മഹത്യയാണ്. ചിലർ പറഞ്ഞു, നമ്മൾ പോവുക, അള്ളാന്റെ ഖദറല്ലേ, അള്ളാഹ് നിശ്ചയല്ലേ നടക്കുള്ളൂ, പോവുക. തർക്കം തീർന്നില്ല. ഇവരെ മാറ്റി നിർത്തൂ.
അൻസാറിലെ പ്രധാനികളെ മാത്രം കൊണ്ടുവരൂ. അൻസാറുകൾ ഒരുമിച്ച് കൂട്ടി, മദീനത്തെ അൻസാറുകളായ സ്വഹാബാക്കൾ. അവരും വന്ന് നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ പ്രധാനപ്പെട്ട സ്വഹാബത്താണ് മുഹാജിറുകൾ, അൻസാർ. ഈ അൻസാറും ഭിന്നാഭിപ്രായത്തിൽ തന്നെ, ചിലര് പോവുക, ചിലര് പോണ്ട, തീർപ്പായില്ല. ഇബ്നു അബ്ബാസിനോട് ഉമർ എന്നവർ പറഞ്ഞു, ഒന്നാലൊരു പണിണ്ട്. മക്ക ഫത്ഹായതിന്റെ ശേഷം മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മദീനത്തേക്ക് ഹിജറ വന്ന മുഹാജിറത്തുണ്ട്, അവരെ വിളിക്കുകയും കൂടുതൽ പേരവരാ. എന്നാ വിശ്വാസം വലിയ ഊക്ക് മുഹാജിറുകളുടെയും അൻസാറിന്റെയും അത്ര ഇല്ലാത്തവരും ഇവരാ. അതുകൊണ്ട് അവരെ കൂട്ടുക. ഭൂരിപക്ഷത്തെ കൊണ്ടുവന്നിട്ട് ഉമർ എന്നവർ ചോദിച്ചപ്പോ ഒരൊറ്റ കുട്ടി പോണമെന്നറിയാനില്ല. ഇത് നമ്മൾ മാറ്റം നോക്കണം. മുഹാജിറുകളിൽ ഒരു കക്ഷി പോണമെന്ന് പറയണ്ട്. കാരണം അള്ളാന്റെ വിധിയല്ലേ, മരിക്കുകയാണെങ്കിൽ മരിക്കുക എന്നറിയാൻ തയ്യാറുള്ളവർ. അൻസാറുകൾ വലിയ സംഘം, പോവുകയാണെങ്കിൽ പോകുക, മരിക്കുകയാണെങ്കിൽ മരിക്കുക. മുഹാജിറത്തുൽ ഫത്ഹിൽ നോക്കുമ്പോ ഒരൊറ്റ കുട്ടില്ല. ഒരു കുട്ടിയും അങ്ങോട്ട് പോവരുത്, മദീനത്തേക്ക് മടങ്ങാൻ അഭിപ്രായം. ബഹുഭൂരിപക്ഷത്തിന്റെയും ഹിതത്തിനെതിരാണ് ഇപ്പോഴത്തെ പോക്കെന്ന് ഉമറുൽ ഫാറൂഖ് മനസ്സിലാക്കി. തന്റെ പ്രജകളുടെ ബഹുഭൂരിപക്ഷത്തിന്റെയും എതിരായിട്ട് തനിക്ക് മുന്നോട്ട് പോകണം എന്ന് തീരുമാനമെടുക്കാനാണെങ്കിൽ രേഖയില്ല, വിവരമില്ല. ഉമർ എന്നവർ ചിന്താകുലനായി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നിവിടെ ഇങ്ങനെ മലച്ചെട്ടി കിടക്കും, നേരം വെളുക്കോളം. അല ലഹരി, നേരം വെളുത്തിട്ട് തീരുമാനിക്കാം, നേരം വെളുത്തിട്ട് തിരിച്ചു പോകുക എന്നുള്ളയിടത്താ നിൽക്കുന്നത്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ഉമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, ഉമർ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അഫിറാറൻ മിൻ ഖദരില്ല, അള്ളാന്റെ ഖദറിൽ നിന്ന്, അള്ളാന്റെ ഖലായിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുക. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് അമീനു ഹാദിഹിൽ ഉമ്മ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ വൈറുക ഖാലഹാ യാ അബൂ ഉബൈദ, അബൂ ഉബൈദ നിങ്ങളിത് പറയേ, വേറെ ആരെങ്കിലും പറയേണ്ട വാക്കാണല്ലോ. ഉമർ എന്നവർക്ക് ലോകത്തവശേഷിക്കുന്ന സ്വഹാബാക്കളിൽ ഏറ്റവും വിശ്വസ്തനെന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയ അബൂ ഉബൈദ. അദ്ദേഹം വഫാത്താന്റെ വേളയിൽ തനിക്ക് ശേഷം പ്രതിനിധിയാക്കാൻ, ഖലീഫയാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞു, ലൗകാന അബൂ ഉബൈദത ഹയ്യൻ, അബൂ ഉബൈദത്തിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയാക്കുമായിരുന്നു. എന്നിട്ട് എന്റെ റബ്ബനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അബൂ ഉബൈദയെ ഒറ്റയ്ക്ക് ഖലീഫയാക്കി അവരോധിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യസമേതം മറുപടി പറയും എന്റെ റബ്ബിനോട്, നിന്റെ പ്രവാചകർ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അബൂ ഉബൈദ, അതുകൊണ്ട് അദ്ദേഹത്തെ അമീറാക്കി എന്ന് പറയാൻ എനിക്ക് മടിയില്ലായിരുന്നു. പക്ഷേ അബൂ ഉബൈദ പ്ലേഗിൽ മരിച്ചല്ലോ, അതുകൊണ്ട് ഇനി 6 ആളുകളിൽ നിന്ന് പറ്റിയവരെ നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്നും പറഞ്ഞ് മൂപ്പര് നിശ്ചയിച്ചത് പിന്നെ അബൂ ഉബൈദ ഇല്ലാഞ്ഞിട്ടാ. ബുദ്ധിമതിയായ പണ്ഡിതയായ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ ഉമർ എന്ന് കേട്ടാൽ പിന്നെ ഉസ്മാൻ അലി എന്ന് കേട്ടാൽ പിന്നെ 4 ആളുകൾ കഴിഞ്ഞിട്ട് സ്ഥാനം നൽകുന്ന സ്വഹാബി അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. ഒരു വേള ഉസ്മാൻ അലിയാരെക്കാൾ അബൂബക്കർ ഉമർ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനം നൽകുന്ന സ്വഹാബി ആയിഷ റളിയല്ലാഹു അൻഹ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിനാണ്. തെളിവ് വരുന്നതിന്റെ മുൻപ് ആ അബൂ ഉബൈദയാണ് ഈ അഭിപ്രായം പറഞ്ഞതെന്ന് വന്നപ്പോൾ ഉമർ എന്ന് പറഞ്ഞു, ലൗ വൈറുക ഖാലഹാ യാ അബൂ ഉബൈദ, നിങ്ങൾ പറയേണ്ടതല്ലല്ലോ അബൂ ഉബൈദ ഈ അഭിപ്രായം, അള്ളാന്റെ ഖദറിനെ തൊട്ട് ഓടുക. ഉമർ എന്ന് പറഞ്ഞു, നഫിറു മിൻ ഖദരില്ല ഇലാ ഖദരില്ല, അള്ളാന്റെ ഖദറിൽ നിന്നാണ് ഞങ്ങൾ ഓടുന്നത്, അള്ളാന്റെ ഖദറിലേക്ക് തന്നെയാണ് ഓടുന്നത്. പ്ലേഗ് പിടിച്ച് മരിക്കും എന്നെഴുതിയിട്ട് ഓടുന്നത് പടച്ചോന്റെ ഖദറിൽ പെട്ട് മരിച്ചു എന്നെഴുതി ഓടില്ലേ എന്ന് അബൂ ഉബൈദ ചോദിക്കുമ്പോ ഉമർ എന്നവർ പറഞ്ഞു മറുപടി, അതെ, നഫിറു മിൻ ഖദരില്ല ഇലാ ഖദരില്ല, അള്ളാന്റെ ഖദറിൽ നിന്നാ ഓടുന്നത്. എന്നിട്ട് ഓടിയിട്ട് കഴിച്ചിലാകുന്ന മദീനത്തേക്ക്, അവിടെ അള്ളാന്റെ ഖദർ തന്നെയാ. ഇത് ശരിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. أرأيت لو كان لك إبل فهبطت واديا له عذبتان إحداهما خصبا والأخرى جذبا ألست إن رأيتها الخصبة رأيتها بقدر الله وإن رأيتها الجذبة رأيتها بقدر الله. നിങ്ങളൊന്ന് പറയൂ അബൂ ഉബൈദ, നിങ്ങളുടെ ഒട്ടകം ആ ഒട്ടകത്തെ മേച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു താഴ്വരയിലെത്തിയപ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നല്ല പുല്ലുകളുണ്ട്, പച്ചിലകളുണ്ട്, മറുഭാഗം വരണ്ടുണങ്ങിക്കിടക്കുന്നു. നിങ്ങൾ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭാഗത്തിലൂടെ നിങ്ങളുടെ ഒട്ടകത്തെ കൊണ്ടുപോകാം, ഇഷ്ടമുണ്ട്. സസ്യശ്യാമളമായ ഭാഗത്തൂടെ കൊണ്ടുപോകാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഒരാള് ശ്യാമളമായ ഭാഗത്തിലൂടെ കൊണ്ടുപോകുന്നു, ഈ ഭാഗം വേണ്ടെന്ന് വെക്കുന്നു. ഇത് അള്ളാന്റെ ഖദറിൽ നിന്നുള്ള ഒരു ചോട്ടമാണോ? അല്ല. നന്മ കരുതിയിട്ട് നല്ല ഭാഗം നോക്കി ഒട്ടകം മേഞ്ഞു തിന്നോട്ടെ എന്ന് കരുതി അങ്ങോട്ട് പോയതല്ലേ. ഇനി ഒരാൾ മേഞ്ഞു തിന്ന് നേരം പോകേണ്ട,
ഈ ഭാഗത്തൂടെ കൊണ്ടുപോകുക എന്നും പറഞ്ഞിട്ട് ഒട്ടകത്തെ വരണ്ട ഭാഗത്തിലൂടെ കൊണ്ടുപോയാൽ അള്ളാന്റെ ഖദറിൽ നിന്നൊരു ചോട്ടമാണോ? അല്ല. എന്നാൽ രണ്ടും ഒളിച്ചോട്ടമായത് ഒളിച്ചോട്ടമല്ലാത്തതുപോലെ മദീനത്തേക്ക് തിരിച്ചു പോയാൽ അതും അള്ളാന്റെ ഖദറിലേക്കാണ്. സെറവിൽ നിന്ന് ഷാമിലേക്ക് കടന്നാൽ അള്ളാന്റെ ഖദറിലേക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഷാമിലേക്ക് പോകുന്നില്ല, മദീനയിലേക്ക് തിരിച്ചു പോകുന്നു. നഅം നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ലാ. അക്കൊല്ലം ആ സീസണിൽ ഉമറുൽ ഫാറൂഖ് തിരിച്ചു പോകുന്നു മദീനത്തേക്ക്. പോരാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നേരം വെളുക്കുമ്പോ ഈ സംവാദം നടക്കുന്നതിനിടയിൽ സമീപത്തില്ലാതിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓടിയെത്തി. നിങ്ങളെ ചർച്ച ഞാൻ അറിഞ്ഞു, ഒരൊറ്റ കുട്ടിക്ക് ഈ സംഭവത്തിൽ വിവരമില്ലെന്നും ഞാൻ അറിഞ്ഞു. ഇനി എനിക്ക് എന്റെ അടുക്കൽ ഇത് സംബന്ധിച്ച ഇൽമുണ്ട്, വിവരമുണ്ട്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ കാന ബിഅർളിൻ വഅൻതും ബിഹാ ഫലാ തഖ്റുജൂ ഫിറാറൻ മിൻഹു വഇദാ സമീഅ്തും ബിഹി ബിഅർളിൻ ഫലാ തഖദമൂ അലൈഹി. റസൂലുള്ളാഹി പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. പ്ലേഗ് പോലത്തെ മഹാമാരികൾ, വബാലുകൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഒരാളും പുറപ്പെട്ടു പോകരുത്. മറ്റു നാടിൽ നിന്നൊരാളും ആ പ്രദേശത്തേക്ക് കടന്നു വരികയും ചെയ്യരുത്. അൽഹംദുലില്ലാഹ്, തന്റെ തീരുമാനത്തിനും സ്വതന്ത്രമായി താനെടുത്ത തീരുമാനത്തിനും അനുകൂലമായി റസൂലുള്ളാഹിന്റെ ഹദീസ് കണ്ടപ്പോ ഉമർ എന്നവർക്ക് ഇതുപോലൊരു കോള് സമ്മാനം ഇനി വേറെയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളുടെ സ്വതന്ത്ര ചിന്ത, യുക്തി ചിന്തക്കനുസരിച്ച തീരുമാനത്തെ ശരിവച്ചല്ലോ, അത്തരം ഒരു ഹദീസ് കിട്ടിയല്ലോ, ഇനി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പില്ലാതെ മടങ്ങാലോ എന്ന് പറഞ്ഞു ഉമർ എന്നവരും സ്വഹാബത്തും അക്കൊല്ലം ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കാതെ കുരിശുസേനയിൽ നിന്ന് പിടിച്ചു വാങ്ങിയ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാനുള്ള അവസരം വേണ്ടെന്ന് വെച്ചുകൊണ്ട് മഹാനായ ഉമറും സംഘവും മദീനത്തേക്ക് തിരിച്ചു പോന്നു. ഇതിന് വിധങ്ങൾ പണ്ട് ഷാമിലേക്ക് അയച്ച പ്ലേഗാണ്. എന്നാൽ നിയമം പ്ലേഗിന് മാത്രം ബാധകമല്ല. മഹാനായ ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദീസ് നിരൂപകൻ ശാഫിഈ പണ്ഡിതൻ ഖാതിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ അവസാന വാക്ക് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശരിവെക്കുന്നു. والحديث يدل على أنه يجب على المرء توقي المكاره قبل نزولها. പ്ലേഗിനെ സംബന്ധിച്ചുള്ള ഈ ഹദീസ് പഠിപ്പിക്കുന്നു, ഏതൊരു മനുഷ്യനും വിപത്തുകളും അരുതായ്മകളും വരുന്നതിന് മുൻപേ അതിനെ തൊട്ട് പ്രതിരോധം സ്വീകരിക്കണം, തടവ് സ്വീകരിക്കണം. മരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കണം, ഓടണമെങ്കിൽ ഓടണം, ചാടണമെങ്കിൽ ചാടണം, മറ്റെന്ത് ചെയ്യണമെങ്കിൽ ചെയ്യണം. അത് നിർബന്ധമാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അപകടകരമായ ഭീതിതമായ സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് നിനക്കാതെ വരും മുൻപ് തന്നെ ആ പ്രദേശത്ത് നിന്ന് പോകണമെന്നും അല്ലെങ്കിൽ അത്തരം കാരണങ്ങൾ ഒഴിഞ്ഞു ദൂരത്താകണമെന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഇത് ത്വാഊനിന് മാത്രമല്ല, വകദാലിക കുല്ലു മുശിഖിൻ മിൻ വദാഇരിൽ ഉമൂർ സബീലുഹു സബീലു ത്വാഊൻ ഫീ ദാലിക. ത്വാഊന് പോലെ തന്നെയാണ് ഡെങ്കിപ്പനി, ത്വാഊന് പോലെ തന്നെയാണ് പക്ഷിപ്പനി, ത്വാഊന് പോലെ തന്നെയാണ് ചിക്കുൻഗുനിയ, ത്വാഊന് പോലെ തന്നെയാണ് എലിപ്പനി, ത്വാഊന് പോലെ തന്നെയാണ് കോഴിപ്പനി. കാരണം തിരിയാത്ത ഇത്തരം മാരികളിലൊക്കെയും ഈ കാരണങ്ങളും ഇത്തരം മാരികളും വരുന്നതിന് മുൻപ് വേണ്ട ഒരുക്കങ്ങൾ നടക്കുകയും പ്രതിരോധ മരുന്നുകൾ കുത്തിവെക്കണോ വെക്ക, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണോ സ്വീകരിക്ക. ബാക്കി എല്ലാ കാര്യത്തിലും ത്വാഊൻ പോലെ തന്നെ ആ പ്രദേശത്ത് നിന്നൊരാൾ മറുപ്രദേശത്തേക്ക് നാടുവിടാൻ അനുവദിക്കാൻ പാടില്ല. അപ്രദേശത്തൊക്കെ ഒരാൾ മറ്റു പ്രദേശത്തിൽ നിന്ന് ചെല്ലാൻ അനുവദിക്കാൻ പാടില്ല. നമ്മുടെ സർക്കാർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നുണ്ടോ?